അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠം 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ പാഠം 16ാമത്തെ പാഠമാണ്. അദ്ദറസു സാദിസു അശറ 16ാമത്തെ പാഠം. 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ പാഠം അഥവാ 16ാമത്തെ പാഠം. ഇതിൽ മഅരിഫയുടെ 6 ഇനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. മഅരിഫയുടെ 6ാമത്തെ ഇനമാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. മഅരിഫയ്ക്ക് 6 ഇനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 6ാമത്തെ ഇനമാണ് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നത്. അത് മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യലാണ്. ഒരു ഇസ്മിനെ പിടിച്ച്, ഒരു നെക്കിറയായ ഇസ്മിനെ പിടിച്ച് മഅരിഫയിലേക്ക് ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് മഅരിഫയായി മാറും. അതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. നോക്കൂ, കിബിലത്തുന, നമ്മുടെ കിബില, അൽ കഅബത്തു ഷരീഫത്തു, വിശുദ്ധ കഅബ. അവിടെ കിബില എന്ന് മാത്രം പറഞ്ഞാൽ നെക്കിറയാണ്. അതിൽ ന എന്ന ദമീറിലേക്ക് അതിനെ ചേർത്തിയപ്പോൾ അതെന്തായി? കിബിലത്തുന, നമ്മുടെ കിബില, അത് മഅരിഫയായി മാറി. അതാണ് ഒരു മഅരിഫയിലേക്ക് ദമീർ മഅരിഫയാണ്. അപ്പോൾ ദമീറിലേക്ക് കിബിലയെ ഇസ്മിനെ ചേർത്തി. അപ്പോൾ കിബിലത്തുന, നമ്മുടെ കിബില, അൽ കഅബത്തു ഷരീഫത്തു, വിശുദ്ധ കഅബയാണ്. ഹിയ, അത് ബൈത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഭവനമാണ്. അപ്പോൾ ബൈത്തുൻ എന്ന് മാത്രം പറയുമ്പോൾ അത് നെക്കിറയാണ്. ബൈത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ വീട് എന്ന് പറയുമ്പോൾ എന്തായി? അത് ഒരു ഇസ്മാണ്. അള്ളാഹ് എന്നുള്ളത് ഒരു അലമാണ്, ഒരു ഇസ്മാണ്, പേരാണ്. അതിലേക്ക് ബൈത്തിനെ ചേർത്തിയപ്പോൾ ബൈത്തുല്ലാ എന്നുള്ളത് എന്തായി? ആ ബൈത്തുല്ലാ എന്നുള്ളത് മഅരിഫയായി മാറി. വബാബു ദാലിക്കൽ ബൈത്തി, ആ വീടിൻ്റെ വാതിൽ മുത്തഹദും ബിദ്ദഹബി, സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ കിബിലയുടെ വാതിൽ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അപ്പോൾ വബാബ് എന്നുള്ളത് മാത്രം പറയുകയാണെങ്കിൽ ഏതോ ഒരു വാതിലിനാണ്. വബാബു ദാലിക്ക എന്ന ഇഷാറത്തിൻ്റെ ഇസ്മിലേക്ക് അതിനെ ചേർത്തിയപ്പോൾ അത് മഅരിഫയായി മാറി. ഇനി വസവാബുല്ലദീ യതൂഫൂന ബിൽ കഅബ, വസവാബുല്ലദീന, പ്രതിഫലം, അല്ലദീന യതൂഫൂന ബിൽ കഅബ, കഅബയെ വലയം വെക്കുന്നവർക്കുള്ള പ്രതിഫലം, അഅദമുൻ, വളരെ വലുതാണ്. സവാബ്, പ്രതിഫലം, അത് ഏത് പ്രതിഫലവുമാവാം. അത് അല്ലദീന എന്നുള്ളതിലേക്ക് ചേർത്തിയപ്പോൾ എന്തായി? മൗസൂലയിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ അത് മഅരിഫയായി മാറി. അതാണ് മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട സാധനം, അതും മഅരിഫയാവും. അതാണ് 6ാമത്തെ ഇനമായിട്ട് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. റഫ ഇബ്രാഹീമുൽ ഖവാഇദ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൻ്റെ അടിത്തറയെ ഉയർത്തി. റഫ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി, ബൈത്തിൽ നിന്നുള്ള ആ അടിത്തറ ഇബ്രാഹിം അലൈഹി സ്വലാം ഉയർത്തി. വഅഹ്ജാറുൽ ജിദാരി, അതിൻ്റെ ചുമരുകളുടെ കല്ലുകൾ, കബീറത്തുൻ ജിദ്ദ, വളരെ വലുതാണ്. അപ്പോൾ അഹ്ജാർ എന്ന് പറഞ്ഞാൽ കല്ല്, അത് ഏതു കല്ലുമാവാം. പക്ഷേ അത് അഹ്ജാറുൽ ജിദാരി, ചുമരിൻ്റെ കല്ല് എന്ന് പറഞ്ഞപ്പോൾ അത് മഅരിഫയായി മാറി. ഇനി അലം തറ, നീ കാണുന്നില്ലേ, ഫി ഹാദ ദർസി, ഈ പാഠത്തിൽ, അസ്മാഅൻ മുലവ്വന, കളർഫുള്ളായ പേരുകൾ, ഇസ്മുകളെ നീ കാണുന്നില്ലേ? കിബിലത്തുന, ബൈത്തുൻ, ബാബു, സവാബു, അഹ്ജാർ എന്നുള്ള വഹിയാത് കിബിലത്തു, ബൈത്തു, ബാബു, സവാബു, അഹ്ജാറു, കുല്ലു വാഹിദിൻ മിന്ന, ഈ പറയപ്പെട്ട എല്ലാം നെക്കിറത്തുൻ, അതൊക്കെ നെക്കിറയാണ്. നെക്കിറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാം റജുലുൻ, ഒരാൾ, അത് ഏതൊരാളും ആവാം, കൃത്യമായതല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബാബു എന്ന് പറഞ്ഞാൽ ഏത് വാതിലും, ബൈത്തു എന്ന് പറഞ്ഞാൽ ഏത് വീടും. അപ്പോൾ ഇതൊക്കെ നെക്കിറയാണ്. ഉദീഫയില മഅരിഫത്തിൻ, അത് മഅരിഫയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോൾ ഫസാറത്ത് മഅരിഫത്തൻ, അതും മഅരിഫയായി. അപ്പോൾ നെക്കിറയായ ഒരു ഇസ്മിനെ മഅരിഫയിലേക്ക് ചേർത്തി പറഞ്ഞാൽ ആ ഇസ്മും എന്തായിത്തീരും? മഅരിഫയായിത്തീരും. അതാണ് മഅരിഫയിലെ 6ാമത്തെ ഇനം. ഉദീഫ കിബിലത്തു, കിബില എന്നതിനെ ചേർത്തി, ഇലൽ ലമീരി, ഒരു ലമീറിലേക്ക് ചേർത്തി. ലമീറുകളൊക്കെ എന്താണ്? മഅരിഫയാണ്. അപ്പോൾ കിബിലത്തു എന്നതിനെ ന എന്ന ലമീറിലേക്ക് ചേർത്തിയപ്പോൾ അതും മഅരിഫയായി മാറി. ഉദീഫ ബൈത്തു, ബൈത്ത് എന്നതിനെ ചേർത്തി, ഇലൽ അലമി, ഒരു പേരിലേക്ക് ചേർത്തി, അള്ളാഹു എന്ന പേരിലേക്ക് ചേർത്തി. അപ്പം എന്തായി? ബൈത്തുള്ള, അതും എന്തായിത്തീർന്നു? മഅരിഫയായി മാറി. ഉദീഫ ബാബു, ബാബു എന്നതിനെ, വാതിൽ എന്നതിനെ ചേർത്തി, ഇല ഇസ്മിൽ ഇഷാറ, സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേരിലേക്ക് ചേർത്തി. ദാലിക എന്നതിലേക്ക് ബാബിനെ ചേർത്തി. അപ്പം എന്തായി? ബാബും എന്നുള്ളത് എന്തായി തീർന്നു? മഅരിഫയായി മാറി. ഉദീഫ സവാബു, സവാബ് എന്നതിനെ ചേർത്തി,
ഇലൽ മൗസൂല ഒരു മൗസൂലേക്ക് അല്ലദീന എന്ന മൗസൂലയിലേക്ക് ചേർത്തി. അപ്പോൾ സവാബുല്ലദീന, അപ്പോൾ അതും ഒരു അറിയപ്പെട്ടതായി മാറി. അപ്പോൾ അതും മാരിഫയായി. ഉദീഫ അഹ്ജാറു അഹ്ജാർ എന്നതിനെ ചേർത്തി ഇലൽ മുഅറഫി ബി അൽ അലിഫ്ലാം കൊണ്ട് മാരിഫയാക്കപ്പെട്ടതിലേക്ക് ചേർത്തി അഹ്ജാറിനെ. അഹ്ജാറുൽ ജിദാരി അൽ ജിദാർ എന്നതിലേക്ക്, അൽ ജിദാർ എന്ന് പറയുമ്പോൾ തന്നെ അത് മാരിഫയാണ്. അല്ല് ചേർന്ന് വന്ന് ഒരു ഇസ്മിൻ്റെ കൂടെ അല്ല് ചേർന്ന മാരിഫയായിരിക്കും. അപ്പോൾ അൽ ജിദാർ എന്നതിലേക്ക് അഹ്ജാറിനെ ചേർത്തിയപ്പോൾ എന്തായി? അതും മാരിഫയായി മാറി. വൽ മുനാഫിലൽ മാരിഫി മാരിഫയിലേക്ക് ചേർക്കപ്പെട്ട ഒരു സാധനം. അപ്പോൾ മാരിഫയിലേക്ക് ചേർക്കപ്പെടുന്ന സാധനം വന്നൗ ഉസ്സാദിസു അതാണ് ആറാമത്തെ ഇനം മിനൽ മാരിഫി. മൈരിഫയിൽ നിന്നുള്ള ആറാമത്തെ ഇനം എന്താ? മൈരിഫയിലേക്ക് ചേർക്കപ്പെടുന്ന ഇസ്മ. ഒരു ഇസ്മിനെ മൈരിഫയിലേക്ക് ചേർക്കപ്പെടുക, അതാണ്. അപ്പോൾ ആ ഇസ്മ എന്തായി? മൈരിഫയാവും. ഇതാണ് മൈരിഫയിൽ നിന്നുള്ള ആറാമത്തെ ഇനം. നോക്കൂ, അൽ മുലാ, ആ ചുവന്ന അക്ഷരത്തിൽ എഴുതി നോക്കൂ, അൽ മുലാഫിലൽ മആരിഫി മൈരിഫയിലേക്ക് ചേർക്കപ്പെട്ടത്, അതാണ് മൈരിഫയിലെ ആറാമത്തെ ഇനം. ഇനി ഇജാലിൽ അൽഫാദൽ ആത്തിയത്ത താഴെയുള്ള പദങ്ങളൊക്കെ മുലാഫത്ത് നിലൽ മൈരിഫത്തി ഒരു മൈരിഫയിലേക്ക് ചേർക്കുക. അപ്പോൾ അത് മൈരിഫയാക്കണം. ഇവിടെ സൗബ് വസ്ത്രം, ഏത് വസ്ത്രമാകാം. രണ്ടാമത്തെ നായില് ചെരുപ്പ്, ഏത് ചെരുപ്പും ആവാം. അറിയപ്പെട്ട ചെരുപ്പാവണം, അറിയപ്പെട്ട വസ്ത്രമാകണം. കിതാബ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട പുസ്തകമാകണം. ജിൽബാബ് മുഖമക്കൻ അതും അറിയപ്പെട്ടതായിരിക്കണം. ലൗന് നിറം, ഇതൊക്കെ മൈരിഫയാക്കി മാറ്റണം. എങ്ങനെ മൈരിഫയാക്കും? അതിനെ ഒരു മൈരിഫയിലേക്ക് ചേർത്തി കൊടുക്കണം. നമുക്കൊന്ന് ഉദാഹരണം ചേർത്തി കൊടുത്തു നോക്കാം. സൗബ് വസ്ത്രം, ആരുടെയെങ്കിലും ഒരു വസ്ത്രമാക്കുക. സൗബ് മുഹമ്മദിൻ മുഹമ്മദിൻ്റെ വസ്ത്രം. അഹ്സനുൻ അത് നല്ലതാണ്, വളരെ നല്ലതാണ്. അല്ലെങ്കിൽ സൗബു ജംഷീറിൻ്റെ വസ്ത്രം. അല്ലെങ്കിൽ സൗബ് സൗബ് ഫൈസലിൻ ഒരു ഇസ്മിലേക്ക് ചേർത്തി കൊടുക്കുക. പിന്നെ ഇനി അടുത്തത് നഅല് ചെരുപ്പ്. അപ്പോൾ ആ ചെരുപ്പ് എന്ന് പറയാം നമുക്ക്. നഅലു ദാലിക്ക ആ ചെരുപ്പ് ഹസനുൻ നല്ലതാണ്. നഅലു ദാലിക്ക ആ ചെരുപ്പ് നല്ലതാണ്. അപ്പോൾ അതിനെന്താക്കി? ഒരു നഅലു ദാലിക്ക എന്ന് പറയുമ്പോൾ ഇഷാറത്തിൻ്റെ ഇസ്മിലേക്ക് ചേർത്തി. അപ്പോൾ ഇഷാറത്തിൻ്റെ ഇസ്മുകളൊക്കെ എന്താണ്? മാരിഫയാണ്. അപ്പോൾ നഅലിനെ ദാലിക്കയിലേക്ക് ചേർത്തിയപ്പോൾ നഅൽ എന്തായി? മാരിഫയായി. കിതാബുൻ പുസ്തകം. കിതാബി എൻ്റെ പുസ്തകം, അല്ലെങ്കിൽ കിതാബുന നമ്മുടെ പുസ്തകം. കിതാബുക്ക നിൻ്റെ പുസ്തകം. എങ്ങനെ വേണമെങ്കിൽ ഒരു ലമീറിലേക്ക് കിതാബിനെ ചേർത്തി കൊടുക്കുക. അപ്പം എന്തായി? അതും മാരിഫയായി മാറും. കിതാബുക്ക ജദീദുൻ നിൻ്റെ പുസ്തകം ഭംഗിയുള്ളതാണ്, പുതിയതാണ്. കിതാബുക്ക ജദീദുൻ നിൻ്റെ പുസ്തകം പുതിയതാണ്. അപ്പോൾ അതെന്തായി? മാരിഫയായി മാറി. ഇനി ജിൽബാബിനെ ചേർത്തി കൊടുക്കുക. ജിൽബാബ് പെൺകുട്ടികളതല്ലേ, സ്ത്രീകളതാണല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കാം? മുഖമക്കന. അപ്പോൾ ജിൽബാബുൽ മർഅത്തില്ലത്തി എടാ, ജിൽബാബുൽ മർഅത്തില്ലത്തി ഒരു പെണ്ണിൻ്റെ മുഖമക്കന. തുസല്ലി അവൾ നിസ്കരിക്കുന്നു, അത് അഹ്മറു ചുവപ്പാണ്. അപ്പോൾ മർഅത്തുല്ലത്തി മൗസൂലയിലേക്കാണ് ചേർത്തി കൊടുത്തു. ജിൽബാബുൽ മർഅത്തില്ലത്തി അല്ലേ, ജിൽബാബുൽ മർഅത്തുല്ലത്തി ഒരു പെണ്ണിൻ്റെ മുഖമക്കന. തുസല്ലി ഓൾ നിസ്കരിക്കുകയാണ്, അങ്ങനത്തെ പെണ്ണിൻ്റെ മുഖമക്കന അഹ്മറു ചുവപ്പാണ്. ഇനി ലൗന് നിറം. എന്തിൻ്റെ നിറം? ലൗനുൽ ജിദാരി ചുമരിൻ്റെ നിറം. ലൗനു സൗബി വസ്ത്രത്തിൻ്റെ നിറം അല്ലേ. അല്ല് വേണം. ലൗനുൽ ജിദാരി അല്ലേ, ലൗനു സൗബി അങ്ങനെ. അല്ലെങ്കിൽ എന്തെങ്കിലും ലൗനു സയ്യാറത്തി കാറിൻ്റെ നിറം. സവാദുൻ അത് കറുപ്പാണ്. അങ്ങനെ ഒരു അലിഫ്ലാമുള്ളതിലേക്ക് ലൗനിനെ ചേർത്തി കൊടുത്ത് അപ്പോൾ അത് മാരിഫയായി മാറി. ഇനി ബയ്യനിൽ അക്സാമിൽ മാരിഫി കുല്ലിഹ അല്ലെ, കുല്ലഹ മുഴുവൻ മാരിഫയുടെ ഇനങ്ങളും. 6 മാരിഫയുടെ ഇനങ്ങളായിട്ട് മാരിഫയായിട്ട് വരുന്ന 6 സംഭവങ്ങളുണ്ട്. 6 ഇനങ്ങൾ ഇവിടെ നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് പറയാം. ഒന്നാമത്തെ ഇനം അൽ-ലമാഇർ ദമീറുകൾ. അന അന്ത അല്ലേ, ഹുവ ഹുമാ ഹും ഇയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തു. അപ്പോൾ അൽ-ലമാഇറു ലമീറുകൾ. രണ്ടാമത്തത് അസ്മാഉൽ ഇഷാറ ഇഷാറത്തിൻ്റെ ഇസ്മ് അല്ലേ, ദാലിക ദാക്ക ദീക്ക അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അസ്മാഉൽ ഇഷാറ ഇഷാറത്തിൻ്റെ ഇസ്മുകൾ. ഇനി മൂന്നാമത്തത് അൽ മുഅറഫ് ബി അലിഫ്ലാം കൊണ്ട് മാരിഫയാക്കേണ്ടത്. ഒരു ഇസ്മിലേക്ക് അല്ല് ചേർത്തി കൊടുക്കുക. അൽ ജിദാർ, അൽ ബൈത്ത് എന്നൊക്കെ പറയുന്നത്. ഇനി
മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തത് അൽ മൗസൂല. മൗസൂല അല്ലദീ അല്ലദീന അല്ലത്താനി അല്ലേ, അല്ലദീ അല്ലദാനി അല്ലദീന അല്ലത്തീ അല്ലത്താനി അല്ലായി എന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ, അത് മൗസൂല. അഞ്ചാമത്തത് അൽ മുഅറഫ് ബി അൽ, അലിഫ്ലാം കൊണ്ട് പിന്നെ മഅരിഫയാക്കപ്പെട്ടത്. ആറാമത്തത് അൽ മുദാഫിൽ അൽ മഅരിഫി, മഅരിഫയിലേക്ക് ചേർക്കപ്പെട്ടത്. ഒന്നുകൂടെ നമുക്ക് പറയാം. ഒന്നാമത്തത് ദമാഇർ, ദമീറുകൾ. രണ്ടാമത്തത് അലമ്, പേരുകൾ. മൂന്നാമത്തത് അസ്മാഉൽ ഇഷാറ. നാലാമത്തത് മൗസൂല. അഞ്ചാമത്തത് അൽ മുഅറഫ് ബി അൽ. ആറാമത്തത് അൽ മുദാഫി ഇലൽ മഅരിഫി, മഅരിഫയിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടത്. ലാസ്റ്റത്തെ ഈ പറഞ്ഞ പാഠം. ഇനി കവ്വിൻ സിത്ത ജുമലിൻ, 6 ജുംലകൾ ഉണ്ടാക്കണം. ഫീ കുല്ലി വാഹിദിൻ മിന്ന, ആ 6 ജുംലകളിൽ എല്ലാ ഓരോന്നും മിൻ അൻവാഇൽ മഅരിഫി, മഅരിഫയുടെ ഇനത്തിൽപ്പെട്ടതായിരിക്കണം. അപ്പോൾ ഒന്നാമത്തതിൽ നമ്മൾ എന്താക്കണം, ലമീർ ഉണ്ടാകണം. ഒരു ഉദാഹരണം, അന മുതഅല്ലിമുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന മുതഅല്ലിമുൻ, ഞാൻ നമ്മളത് ഒന്നാമത്തത് ഇത് ലമീറാണല്ലോ. അപ്പോൾ അന മുതഅല്ലിമുൻ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് ഉണ്ടാക്കണം. ജുമല, ഒരു സെൻറ്റൻസ്, ഒരു വാക്യം. അന മുതഅല്ലിമുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് എന്താണ്, അലമ്, പേരാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, നഅലു സൈദിൻ ജദീദുൻ, അല്ലെങ്കിൽ ഖാലിദുൻ ദാഹിബുൻ, ഖാലിദുൻ ദാഹിബുൻ, ഖാലിദ് പോകുകയാണ്. അല്ലെങ്കിൽ സൗബു സൈദിൻ ജദീദുൻ, സൗബു സൈദിൻ, സൈദിൻ്റെ പിന്നെ വസ്ത്രം ജദീദുൻ, പുതിയതാണ്. അപ്പോൾ സൈദ്, സൈദ്. അല്ലെങ്കിൽ ഖാലിദുൻ ഖായിമുൻ, ഖാലിദ് നിൽക്കുന്നവനാണ്. അപ്പോൾ ആ ഖാലിദ് എന്തായി, അതാണ് ഇസ്മ്, അലമ്. നഅലു സൈദ് എന്ന് പറയുമ്പോൾ സൈദാണ് അവിടുത്തെ അലമ്, അതാണ് അവിടുത്തെ പിന്നെ മഅരിഫയായ സാധനം. ഇനി മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് അസ്മാഉൽ ഇഷാറയാണ്, ഇഷാറത്തിൻ്റെ ഇസ്മ്. ഹാദ അല്ലേ, ഹാദ ഹാദ ഇങ്ങനെ പറഞ്ഞില്ലേ, ഹാദ ഹാദ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അപ്പോൾ ഹാദ, ഹാദ വെച്ചിട്ട് അല്ലേ, അതാണല്ലോ നമ്മൾ മൂന്നാമത്തതായിട്ട് പറഞ്ഞത് ഇഷാറത്തിൻ്റെ ഇസ്മ്. ഹാദ ദാലിക്ക ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇനി അല്ലെങ്കിൽ ഹൗലാഇ ബനാത്തി, ഇതെൻ്റെ പെൺകുട്ടികളാണ്. ഇൻ കുന്തും ഫാഇലീൻ, ഖുർആനായത്ത് തന്നെ ഉണ്ടല്ലോ. ഇനി നാലാമത്തതായിട്ട് നമ്മൾ പറഞ്ഞത് മൗസൂലയാണ്, അല്ലദീ ഒക്കെ വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം അല്ലദീ തന്നെ വെച്ചിട്ട് നമുക്ക് പറയാം. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ, ഹുവല്ലദീ അവനാണ്, അല്ലദീ പിന്നെ മൗസൂല വന്നല്ലോ, അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. ഇനി അഞ്ചാമത്തതായിട്ട് നമ്മൾ പറഞ്ഞത് എന്തിനാണ്, അൽ മുഅറഫ് ബി അൽ, അലിഫ്ലാം കൊണ്ട്, അലിഫ്ലാം ചേർന്നിട്ട് മഅരിഫയായത്. സൈദുൻ, സൈദ് ഉവർ റജുലു, അവൻ ആണാണ്, പുരുഷൻ അല്ലേ. സൈദുൻ ഹുവർ റജുലു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സയ്യാറത്തുൽ അബി, സയ്യാറത്തുൽ അബി, അലിഫ്ലാം എന്നല്ല, അല്ലെ സയ്യാറത്തുൽ ഉസ്താദി, അല്ലെങ്കിൽ ദറാജത്തുൽ വലദി, ദറാജത്തുൽ വലദി, അങ്ങനെ എന്തോ ആണെങ്കിലും പറയാം, അലിഫ്ലാം ചേർത്തിക്കൊണ്ട് ഇസ്മിലേക്ക് അല്ലേ. ഇനി ആറാമത്തതാണ് നമ്മൾ അവസാനത്തെ പാഠം, അൽ മുദാഫിൽ അൽ മഅരിഫി. അത് മറർത്തു ബി സൈദിൻ, സൈദിൻ്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു. സ്വാഹിബി ക ദമീറിലേക്ക് ചേർത്തി, സ്വാഹിബിനെ ദമീറിലേക്ക് ചേർത്തി കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു മഅരിഫയിലേക്ക് ഒരു ഇസ്മിനാണ് ചേർത്തി കൊടുക്കുക, അപ്പോൾ റെഡിയാവും അല്ലേ. സ്വാഹിബിക്ക, കിതാബുന ജദീദുൻ, നമ്മളിപ്പോൾ കുറേ പറഞ്ഞില്ലേ, കിബിലത്തുന, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, വളരെ കറക്റ്റായി. അപ്പോൾ നമ്മൾക്ക് എന്താക്കി, നമ്മൾ ഈ പാഠം വളരെ രസകരമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.